നിങ്ങൾ പല്ലിന് കമ്പിയിടാനോ അല്ലെങ്കിൽ പല്ലിന് അലൈനർ ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ അടുത്ത കാലത്തെങ്ങാനും നിങ്ങൾക്ക് പല്ലിന് കമ്പിയിടാനോ അലൈനർ ചെയ്യാനോ നിങ്ങൾ പോകാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് അലൈനർ വർക്കാകുക, ഏതൊക്കെ സാഹചര്യത്തിലാണ് അലൈനർ വർക്ക് ചെയ്യാതിരിക്കുക? സാധാരണ രീതിയിൽ ഡീപ്പ് ബൈറ്റ്, ഓവർ ക്രൗഡിങ് ഉള്ള സാഹചര്യങ്ങളിൽ അലൈനർ വർക്കാവില്ല. അതിന് കമ്പി ഇടുക തന്നെയാണ് വേണ്ടത്. പിന്നീട് ഇമ്പാക്ഷൻ കേസസിൽ പല്ല് കോമ്പല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമോ പല്ലുകൾ ഇമ്പാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കേസുകളിൽ അലൈനർ വർക്കാവില്ല. ആ കേസിലും കമ്പി ഇടുകയാണ് ചെയ്യേണ്ടത്. സർജിക്കൽ ഓർത്തഡോൺഷ്യ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഓർത്തഡോൺഷ്യ വഴി ആ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ലുകൾ നമുക്ക് താഴെ എടുത്ത് നേരെയാക്കി അലൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്രോസ് ബൈറ്റ്, ആൻറ്റീരിയർ ക്രോസ് ബൈറ്റ് ആകാം, പോസ്റ്റീരിയർ ക്രോസ് ബൈറ്റ് ആകാം. ഇങ്ങനെയുള്ള കേസിൽ അലൈനർ വർക്കാകില്ല. അവിടെയും നമ്മൾക്ക് കമ്പിയിട്ട് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് വഴി കമ്പിയിട്ടിട്ടാണ് പല്ല് ശരിയാക്കി എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഡീപ്പ് ബൈറ്റുള്ള സാഹചര്യങ്ങളിലും, എല്ലാ കേസിലുമല്ല, ഡീപ്പ് ബൈറ്റുള്ള കേസുകളിലും ഈ അലൈനർ വർക്കാക്കുകയില്ല. അവിടെയും കമ്പിയിട്ടിട്ടാണ് ശരിയാക്കി എടുക്കേണ്ടത്. അലൈനർ വർക്കാകുന്നത് പ്രൊട്രൂഷനുള്ള കേസസിൽ, സ്പേസ് ഉള്ള കേസസിൽ, ആൻറ്റീരിയർ സ്പേസിങ്ങോ പോസ്റ്റീരിയർ സ്പേസിങ്ങോ എന്താകാം, പ്രത്യേകം അധികമായി വരുന്നത് ആൻറ്റീരിയർ സ്പേസിംഗ് ആണ്. ഇങ്ങനെ സ്പേസ് ഉള്ള കേസസിലാണ് അലൈനർ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അലൈനറിന് വേണ്ടി ചെയ്യുന്ന IPR, ഇൻ്റർ പ്രോക്സിമൽ റിഡക്ഷൻ, അത് അനുവദിച്ചിട്ടുള്ള അളവിൽ മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഇനാമലിൻ്റെ തിക്നെസ് 2 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. ആ 2 മില്ലിമീറ്റർ കൂടുതൽ നിങ്ങൾ IPR ചെയ്താൽ ആ പല്ലിന് കേടുവരാനും പുളിപ്പ് വരാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.